രാജു ഇത്രയും ചെറിയ പടമെടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നമ്മൾ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ചെറിയ പടം ഇതാണ്. എമ്പുരാൻ്റെ ടീസർ പുറത്തിറക്കിയതിന് ശേഷം മമ്മൂക്ക പറഞ്ഞ വാക്കുകളാണിത്. ഹായ് ഫ്രണ്ട്സ്, ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem, let's make memories again. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒന്നടങ്കം കാത്തിരുന്ന മോഹൻലാൽ ചിത്രം എമ്പുരാൻ്റെ ടീസർ റിലീസ് ചെയ്തു. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മമ്മൂട്ടി സാറാണ് ടീസർ റിലീസ് ചെയ്തത്. ആദ്യ ഭാഗമായ ലൂസിഫറിനെ വെല്ലുന്ന തരത്തിലുള്ള മേക്കിങ്ങും പെർഫെക്ഷനുമായി എത്തുന്നതാകും ചിത്രമെന്നാണ് ടീസറിൽ നിന്ന് വ്യക്തമാകുന്ന സൂചന. ലൂസിഫറിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു ഗെറ്റപ്പിലാണ് മോഹൻലാൽ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രം ആരാണെന്നതിന്റെ സൂചനകൾ ടീസറിലുണ്ട്. അടിമുടി സ്റ്റൈലിഷ് ലുക്കിലെത്തിയ മോഹൻലാലിനൊപ്പം പൃഥ്വിരാജിനെയും ടീസറിൽ കാണാൻ കഴിയും. ഇപ്പോൾ ടീസർ പുറത്തു വന്നതോടെ ആരാധകരുടെ ആകാംക്ഷയും കൂടിയിരിക്കുകയാണ്. പൃഥ്വിരാജിന്റെ മറ്റൊരു വമ്പൻ മേക്കിംഗ് കൂടി എമ്പുരാനിൽ കാണാനാകും എന്നാണ് ഇപ്പോൾ ആരാധകർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏവരും കാത്തിരിക്കുന്ന ചിത്രം മാർച്ച് 27-ന് തിയേറ്ററുകളിൽ എത്തും. ആന്റണി പെരുമ്പാവൂർ സാരഥിയായ ആശീർവാദ് സിനിമാസിന്റെ 25ാമത്തെ വാർഷികവും നരസിംഹം എന്ന സിനിമയുടെ 25ാമത്തെ വാർഷികവും ഇന്നാണ് എന്ന പ്രത്യേകതയും ഉണ്ട്. എമ്പുരാൻ ഒരു ചെറിയ സിനിമയാണെന്ന് പൃഥ്വിരാജ് നേരത്തെ പറഞ്ഞിരുന്നു. ഇതാണോ ചെറിയ സിനിമയെന്നാണ് ടീസർ റിലീസ് ചെയ്ത പ്രിയപ്പെട്ട മമ്മൂക്ക ചോദിച്ചത്. ടീസർ കണ്ടവരുടെ ചോദ്യവും ഇത് തന്നെയായിരുന്നു. മലയാളത്തിലെ മറ്റെല്ലാ റെക്കോർഡുകളും മറന്നേക്കൂ, അത്രയും മികവുറ്റതാണ് ടീസർ എന്ന് ഇവർ പറയുന്നു. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലും എമ്പുരാൻ എത്തും. മോഹൻലാലിന് പുറമെ പൃഥ്വിരാജ്, ടൊവിനോ തോമസ്, ഇന്ദ്രജിത്ത്, മഞ്ജു വാര്യർ, സാനിയ അയ്യപ്പൻ, ബൈജു സന്തോഷ്, സായി കുമാർ തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. മുരളി ഗോപിയുടെയാണ് തിരക്കഥ. പൃഥ്വിരാജ് മൂന്നാമതായി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് എമ്പുരാൻ. ബ്രോഡാഡിയാണ് പൃഥ്വിരാജ് ഇതിനു മുൻപ് സംവിധാനം ചെയ്ത രണ്ടാമത്തെ ചിത്രം. ലൂസിഫറിന്റെ സീക്വലായി ഇറങ്ങുന്ന എമ്പുരാൻ ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷനും ചേർന്നാണ് നിർമ്മിക്കുന്നത്. 2019 പുറത്തിറങ്ങുന്ന ലൂസിഫർ പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ വൻ വിജയമാണ് നേടിയത്. 14 കോടി രൂപയാണ് റിലീസ് ദിവസം ആഗോളതലത്തിൽ ലൂസിഫർ സ്വന്തമാക്കിയത്. ആദ്യ ആഴ്ചയിൽ ഇന്ത്യയിൽ നിന്ന് നേടിയ കളക്ഷൻ 26.70 കോടി രൂപയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ആഗോളതലത്തിൽ 125 കോടി രൂപയാണ് ലൂസിഫർ നേടിയത്. എമ്പുരാൻ ഇതിലും വലിയ വിജയമാകുമോ എന്നറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. 30 കോടി രൂപയാണ് ലൂസിഫറിന്റെ ബഡ്ജറ്റ് എങ്കിൽ എമ്പുരാന്റെ ബഡ്ജറ്റ് 400 കോടി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചെലവേറിയ സിനിമകളിൽ ഒന്നാണ് എമ്പുരാൻ. എന്നാൽ 400 കോടി ബഡ്ജറ്റ് എന്ന റിപ്പോർട്ടുകളോട് എമ്പുരാന്റെ അണിയറ പ്രവർത്തകർ പ്രതികരിച്ചിട്ടില്ല. ചിത്രത്തിൽ ടൊവിനോ തോമസ് അവതരിപ്പിക്കുന്ന ജിതിൻ രാമദാസ് എന്ന കഥാപാത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ നേരത്തെ പുറത്തുവിട്ടിരുന്നു. ടൊവിനോയുടെ ജന്മദിനമായ ജനുവരി 21-നാണ് പവർ ഈസ് ആൻ ഇല്യൂഷൻ, അധികാരം എന്നതൊരു മിഥ്യയാണ് എന്ന ടാഗ് ലൈനോടെയാണ് പോസ്റ്റർ പുറത്തുവിട്ടിരുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചിത്രത്തിൽ മുഴുനീള വേഷമാണ് ടൊവിനോയ്ക്ക് എന്നാണ് വിവരം. കഴിഞ്ഞ വർഷം മോഹൻലാലിന്റെ ജന്മദിനമായ മെയ് 21-നാണ് എമ്പുരാനിലെ മോഹൻലാലിന്റെ കഥാപാത്രമായ എബ്രാം ഖുറേഷിയുടെ ആദ്യ പോസ്റ്റർ പുറത്തു വന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടതൊരു ടീസറാണ്. ഇനി വരാൻ പോകുന്നതാണ് ട്രെയിലർ. ശേഷമായിരിക്കും. Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem, let's make memories again.